ഹലോ, ഇന്നൊരു കുഞ്ഞു യാത്രയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പോൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു 2 ദിവസത്തെ കൊച്ചു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായി. ഞങ്ങളിങ്ങനെ ഇടയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു യാത്രയൊക്കെ പോവാറുണ്ട്, ഒരു ബ്രേക്ക് എടുക്കാൻ അല്ലെങ്കിൽ ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അധികം ദിവസമൊന്നും മാറി നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഒത്തിരി ദൂര സ്ഥലത്തേക്കൊന്നും എപ്പോഴും പോകാൻ പറ്റാറില്ല. ഇത്തവണയും നമ്മൾ തൊട്ടടുത്തുള്ള നമ്മുടെ ഇടുക്കിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടേക്കുള്ള യാത്രയും തേക്കടിയിലെ സ്റ്റേയും ഒക്കെയാണ് ഇന്നത്തെ വ്ലോഗ്. തിരുവോണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെയാണ് ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ അന്ന് രാവിലെ തന്നെ ഞാൻ കുറച്ച് ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. കറികൾ തലേ ദിവസത്തെ കുറച്ച് അങ്ങനെ കേടുവരാത്ത കുറച്ച് കറികളും ഒക്കെ ആയിട്ട് ഞങ്ങൾ ചെറിയ പൊതിച്ചോറൊക്കെ കിട്ടിയിട്ട് രാവിലെ തന്നെ ഇറങ്ങി. അങ്ങനെ പോണ വഴിക്കുള്ള കുറേ കാഴ്ചകളാണ് ഇതൊക്കെ. എപ്പോഴും നമുക്ക് തോന്നാറുണ്ട് അല്ലേ, ഇടുക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരിയായിട്ടുള്ള നല്ല പച്ചപ്പും മലയും പുഴയും ഒക്കെയുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾക്ക് എപ്പോഴും അവിടേക്ക് പോകാനായിട്ട് എന്തോ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. ഞങ്ങൾ കുറേ ഈ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ബിസി ലൈഫിൽ നിന്നൊക്കെ ഇടയ്ക്കൊന്ന് മാറി നിൽക്കാൻ പലപ്പോഴും ഞങ്ങൾ ചൂസ് ചെയ്യാറുള്ളത് മൂന്നാർ, ഇടുക്കി അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. കാരണം നമുക്കിവിടെ അടുത്തുമാണ്, മാത്രമല്ല ഇത്രയും ഭംഗിയുള്ള സ്ഥലത്ത് വളരെ കാമായിട്ട് പീസ്ഫുള്ളായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം ഇടുക്കി തന്നെയാണ്. മെയിനായിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്കൊക്കെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ സ്റ്റോപ്പ് ചെയ്ത് അവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ചുമ്മാ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങനെ ഒരു യാത്രയാണ് ഞങ്ങൾക്ക് എപ്പോഴും പ്രിഫർ ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ചീയപ്പാറ വാട്ടർഫോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് നേരമൊക്കെ നിർത്തി. എപ്പോഴും കഴിഞ്ഞ തവണ പോയപ്പോൾ അവിടെ വെള്ളം ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാർച്ചിലാണ് കഴിഞ്ഞ തവണ മൂന്നാർ പോയപ്പോൾ അവിടെ ഒട്ടും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത്തവണ നല്ല വെള്ളമൊക്കെ ഉണ്ട്, കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു. എന്നിട്ടാണ് വീണ്ടും പോയത്. ഇടയ്ക്ക് നല്ലൊരു സ്പോട്ട് കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ രാവിലെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പൊതിച്ചോറൊക്കെ എടുത്ത് കഴിച്ചു. നല്ലൊരു വൈബുള്ള സ്ഥലമായിരുന്നു കേട്ടോ, അധികം തിരക്കൊന്നുമില്ല. താഴെ ഒരു അരുവി ഉണ്ടായിരുന്നു, അതിൻ്റെ ശബ്ദവും ഒക്കെ കേട്ട്, പിന്നെ ചീവീടിൻ്റെ നല്ല സൗണ്ട് ഉണ്ടായിരുന്നു അവിടെയൊക്കെ. അതൊക്കെ ആസ്വദിച്ച് ഫുഡൊക്കെ നന്നായി ആസ്വദിച്ച് കഴിച്ച് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ വീണ്ടും പോയത്. തേക്കടിയിലെ അബാദ് ഗ്രീൻ ഫോറസ്റ്റ് റിസോർട്ടിലായിരുന്നു ഞങ്ങൾ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ലൊരു റിസോർട്ടാണ് കേട്ടോ. അന്ന് പക്ഷേ ഒത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു, ഫുൾ റൂംസ് ബുക്ക്ഡ് ആയിരുന്നു. എന്നാലും ഞങ്ങളൊരു അവിടെ കോട്ടേജും അതേപോലെ റൂംസും അവൈലബിൾ ആണ്. അപ്പോൾ ഞങ്ങളൊരു കോട്ടേജാണ് എടുത്തത്. നല്ല സ്റ്റേ ആയിരുന്നു അവിടുത്തെ. അപ്പോൾ അവിടുത്തെ കുറച്ച് വിഷ്വൽസാണത്. ഇതാണ് അവിടുത്തെ എൻട്രൻസ് ഏരിയ.
കുറച്ച് വിശാലമായിട്ടുള്ള ഒരു സ്പേസ് തന്നെയാണത്. നല്ല അടുക്കും ചിട്ടയൊക്കെയുള്ള നല്ല ഒരു പ്രത്യേക ഭംഗിയിൽ അറേഞ്ച് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുള്ളൊരു കുഞ്ഞു എൻട്രൻസ് ഏരിയ. ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അതൊന്നും ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. നല്ല നല്ല വൈബുള്ള സ്ഥലം തന്നെയാണ്. ഒത്തിരി തിരക്കുള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് റൂമൊക്കെ റെഡിയായി. ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് ഇപ്പോൾ. പോണ വഴിക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. വലിയൊരു സ്വിമ്മിംഗ് പൂളാണ്. കിഡ്സിന് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഏരിയ ഒക്കെ വെച്ചിട്ടുണ്ട്. അധികം ആഴമൊന്നുമില്ല, നല്ല ഒരു സ്വിമ്മിംഗ് പൂളാണ്. കുറേ വഴി പോകണമായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂമിലേക്ക്. ഒത്തിരി ദൂരെയായിരുന്നു കോട്ടേജസൊക്കെ. ആദ്യം കുറേ റൂംസൊക്കെ ഉള്ള ഒരു ഒറ്റ ബിൽഡിങ്ങാണ്. ഒരു മൂന്നോ നാലോ നിലയുണ്ട് അതിന്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ ഉള്ളിലേക്ക് നടന്ന് പോകുമ്പോഴാണ് കോട്ടേജസൊക്കെ വരിക. കുറേ ഗ്രീനറി ഒക്കെയുള്ള ഒരു ഏരിയ തന്നെയാണ്. ഗാർഡൻ എന്നൊക്കെ പറയുമ്പോൾ അത് നാച്ചുറലായിട്ടുള്ളതല്ല, അവർ മെയിനായിട്ട് അവർ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഗ്രീനറി ഒക്കെ തന്നെയാണ്. പക്ഷെ നന്നായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ കാണുന്നതാണ് കോട്ടേജസ്. ഈ കാണുന്നത് റൂംസൊക്കെയാണ്. പിന്നെ കുറച്ചും കൂടെ നടന്നു പോകുമ്പോഴാണ് ഞങ്ങളുടെ കോട്ടേജ് വരിക. ഇതൊക്കെ കോട്ടേജുകളാണ്. അങ്ങനെ ഞങ്ങളുടെ റൂം എത്തി. ഇതാണ് റൂം. അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയായിരുന്നു. റൈറ്റ് സൈഡിൽ ഒരു വലിയ കബോർഡും അതുപോലെ TV, ഫ്രിഡ്ജ്, പിന്നെ നമുക്ക് ആവശ്യമുള്ള കുറച്ച് അമ്യൂണിറ്റീസൊക്കെയുള്ള ഒരു കൊച്ചു റൂമാണ്. പിന്നെ ഒരു എക്സ്ട്രാ ബെഡും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് സോഫ കം ബെഡായിരുന്നു. അത് നൈറ്റ് അവർ വന്ന് തന്നെ നമുക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഇത് റൂമിൻ്റെ ബാൽക്കണി ഏരിയയാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് പുറത്തെ കാഴ്ചകളൊക്കെ നോക്കി. കുഴപ്പമില്ല, നല്ലൊരു വ്യൂ ഒക്കെ ഉണ്ട് അവിടെ. പിന്നെ മങ്കീസിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് എപ്പോഴും അത് തുറന്നിടരുതെന്ന് അവർ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുറത്തൊക്കെ പോവുകയാണെങ്കിൽ തന്നെ അത് അടച്ചിട്ടിട്ട് വേണം പോകാനെന്ന് പ്രത്യേകം പറഞ്ഞു. ഇത് നമ്മുടെ റൂമിലെ ബാത്റൂം ഏരിയയാണ്. അത്യാവശ്യം ക്ലീൻ ആയിട്ടുള്ളൊരു ബാത്റൂം തന്നെയായിരുന്നു. എല്ലാ അമ്യൂണിറ്റീസ് ഇതിനകത്തും ഉണ്ടായിരുന്നു. ഷാമ്പൂ, അതേപോലെ സോപ്പ്, എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. പിന്നെ ഹെയർ ഡ്രയർ ഉണ്ടായിരുന്നു. ടവൽസ്, നമുക്ക് ബാത്ത് ടവൽസൊക്കെ 2-3 വീതം ഉണ്ടായിരുന്നു. നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു കൊച്ചു ബാത്റൂം. ബാത്ത് ഏരിയയൊക്കെ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. റൂമിൽ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി. റിസോർട്ടൊക്കെ ഒന്ന് കറങ്ങി കാണാം. പിന്നെ ഞങ്ങൾ എത്തിയത് ഒരു 3:30 ആയപ്പോഴാണ്. അപ്പോൾ ഒരു ചായ കുടിക്കേണ്ട സമയമൊക്കെ ആയി. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതും കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഒന്ന് പുറത്തേക്ക് പോയി. നല്ലൊരു കോഫിയും ടീയും അതേപോലെ ആലു പക്കോട എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യൻസാണ് അവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ അവർ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറേ സ്നാക്ക് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം ഞങ്ങളും വാങ്ങിച്ചു നോക്കിയതാണ്. നല്ല ഒരു സ്നാക്കായിരുന്നു. പിള്ളേർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കഴിച്ചു.
പിന്നെ നൈറ്റായപ്പോൾ ഞങ്ങൾ നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, 20 ഡിഗ്രിയൊക്കെ ആയിരുന്നു. അപ്പോൾ പിള്ളേർക്ക് ഒരു സ്വെറ്ററൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് പിന്നെ നൈറ്റ് എങ്ങനെയുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റിലൊന്ന് കയറണം. ഇത് നൈറ്റിൽ പൂൾ വ്യൂ ആണ്. 7 മണി വരെയാണ് പൂൾ ടൈം. അപ്പോൾ അത് അത്രയും ലേറ്റ് ആയതുകൊണ്ട് അവിടെ ആരും ഇല്ല. ഞങ്ങളും ഇറങ്ങിയില്ല പൂളിൽ. കുട്ടികൾക്ക് ചെറിയ കോൾഡൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവരെ ഇറക്കിയില്ല, ഞങ്ങളും ഇറങ്ങിയില്ല. പിന്നെ അവിടെ ഒരു ക്യാമ്പ് ഫയർ ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡൊക്കെ ആയിരുന്നു, കഴിച്ചു, എൻജോയ് ചെയ്തു. കുറച്ച് നേരം കൂടെ ഞങ്ങൾ അവിടെയൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ നടന്നു. നല്ല ഒരു ലൈറ്റിലൊക്കെ എങ്ങനെയുണ്ട് റിസോർട്ടിൽ നിന്നൊക്കെ നോക്കി. ഇതാണ് അവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയ. നൈറ്റ് ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. കുറേ ഫോറിനേഴ്സും അതുപോലെ നോർത്ത് ഇന്ത്യൻസും ആയിരുന്നു ഏറ്റവും കൂടുതൽ. മലയാളീസ് വളരെ കുറവായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്കുള്ള ഒരു പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. അധികം ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല, ചെസ്സ് അങ്ങനെയൊക്കെ. പിന്നെ ഇത് ആ കോമ്പൗണ്ടിൽ തന്നെയുള്ള ഒരു സൂനിയർ ഷോപ്പാണ്. മെയിനായിട്ട് ഫോറിനേഴ്സിനെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള കുറച്ച് ഐറ്റംസാണ്. ട്രഡീഷണൽ ആയിട്ടുള്ള നമ്മുടെ ഡ്രസ്സുകളും ഓർണമെൻറ്റ്സും അതുപോലെ കുറച്ച് ഈ മാഗ്നറ്റ്സും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഡെക്കോർ ഐറ്റംസൊക്കെയുള്ള ഒരു ചെറിയൊരു സൂനിയർ ഷോപ്പ്. പക്ഷെ അത് നല്ലൊരു കോൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഫോറിനേഴ്സൊക്കെ വന്നാൽ തന്നെ അവർക്ക് ആ റിസോർട്ടിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള അഫോർഡബിളായിട്ട് സാധനങ്ങൾ വാങ്ങിക്കാം. അവർക്ക് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുന്ന ഒരു നല്ല ആംബിയൻസ് ഉള്ളൊരു ഷോപ്പ്. ഞാനും കുറേയൊക്കെ നോക്കി. നല്ല എന്താ പറയുക, ഒറിജിനൽ സിൽവറിൻ്റെ ജ്വല്ലറീസൊക്കെയാണെന്നാണ് അവർ പറഞ്ഞത്. പക്ഷെ അതൊന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. കുറച്ച് ഡെക്കോർ ഐറ്റംസ് 2-3 ഞാനും വാങ്ങിച്ചു. പിന്നെ വെറുതെ ഇതൊക്കെ ഒന്ന് നോക്കി കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. പിന്നെ രാവിലെ ആയപ്പോൾ ഉള്ള ഒരു വ്യൂ ആണ്. ഇത്തിരി ലേറ്റായിട്ടാണ് നമ്മൾ എഴുന്നേറ്റ്. അപ്പോൾ ആ ഒരു വ്യൂ ആണിത്. പിന്നെ രാവിലെ തന്നെ നമ്മൾ നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മളവിടെ അന്വേഷിച്ചു, തൊട്ടടുത്ത് എവിടെയെങ്കിലും പോകാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റോസ് പാർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കിഡ്സിനൊക്കെ പോകാൻ പറ്റിയ, അവർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമ്മൾ മാത്രം എൻജോയ് ചെയ്താൽ പോരല്ലോ, കുട്ടികൾക്കും കൂടെ എന്തെങ്കിലുമൊക്കെ ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ. അപ്പോൾ നമ്മളങ്ങനെ റോസ് പാർക്കിലേക്കാണ് പോയത്. അതും നല്ലൊരു സ്ഥലം തന്നെയായിരുന്നു കേട്ടോ. നല്ല വൈബുള്ള, പിള്ളേർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ. അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് കിഡ്സ് പെഡൽ ബോട്ടിങ്, സ്ലൈഡിങ് പ്ലേ സെൻറ്റർ, ബമ്പർ കാർ, കയാക്ക് ബോട്ടിങ്, സിപ്പ് ലൈൻ, വെർട്ടെക്സ്, അതുപോലെ 20D തിയേറ്റർ, പിന്നെ അഡൾട്ടിന് പെഡൽ ബോട്ടിങ്, അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ. അപ്പോൾ അതൊക്കെ പേയബിളാണ്. അവിടെ ഒരു നെൽപ്പാടത്തിൻ്റെ ഒരു മിനിയേച്ചർ പോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് അവിടെ കാണാനായിട്ട്.
ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് തിരിച്ചു പോയുള്ളൂ. ഒത്തിരി നല്ല നല്ല കാഴ്ചകളുള്ളൊരു പാർക്ക് തന്നെയായിരുന്നു. അഡൾട്ട്സിനും കുട്ടികൾക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസൊക്കെയുള്ള നല്ല പൂക്കളും സീനറിയും ഒക്കെ ഉള്ള ഒരു ഏരിയ തന്നെയായിരുന്നു. ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെയാണ് പോയത്. അപ്പോൾ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ തുടങ്ങി നിറയെ ആൾക്കാർ വന്നു തുടങ്ങി. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പോണ വഴിക്ക് ഇതുപോലെ നല്ല പുഴയും അതുപോലെ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ വണ്ടി നിർത്തി കുറച്ച് നേരം അവിടെയൊക്കെ നോക്കി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ പതുക്കെ ഞങ്ങൾ തിരിച്ചു പോന്നു. അങ്ങനെ നല്ലൊരു മെമ്മറബിളായിട്ടുള്ളൊരു യാത്ര തന്നെയായിരുന്നു. 2 ദിവസം നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. വളരെ സമാധാനത്തോടു കൂടി സന്തോഷത്തോടു കൂടി ഞങ്ങൾക്ക് പോയി വരാൻ പറ്റി. വളരെ സന്തോഷം. അപ്പോൾ നിങ്ങളും ഫാമിലിയായിട്ട് ഇതുപോലെയൊക്കെ നല്ല നല്ല കൊച്ചു കൊച്ചു യാത്രകൾ പോവുക. ഒത്തിരി ദൂരേക്കൊന്നും പോകണമെന്നില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള ഇതുപോലെ കൊച്ചു ഭംഗിയുള്ള വളരെ ശാന്തമായിട്ടുള്ള നല്ല നല്ല സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ തേടി പിടിച്ച് പോവുക, എൻജോയ് ചെയ്യാം. ബൈ.